ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെസ്സി അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. 200 ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. കേരളത്തിലുള്ള ഓരോ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. അതായത് മെസ്സിയും അർജൻറ്റീനയും ഇന്ത്യയിലേക്ക് വരുന്ന, കേരളത്തിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി. എന്തായാലും നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യം ഭയങ്കര ദൗർഭാഗ്യമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന താരം ഇന്ത്യൻ ഫുട്ബോളിൽ അല്ലെങ്കിൽ അണ്ടർ-17 വേൾഡ് കപ്പ് കളിക്കേണ്ട ഒരു താരമായിരുന്നു ഇന്ത്യയിൽ വന്ന്. ബട്ട് അത് ഇതിന് കളിക്കാൻ സാധിച്ചില്ല. അതിനന്ന് പരിക്കായിരുന്നു. അണ്ടർ-17 വേൾഡ് കപ്പ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നില്ല. അത് മാത്രമല്ല, നമുക്കറിയാം AFC കപ്പിൻ്റെ സമയത്ത്, അതായത് ക്ലബ് കപ്പിൻ്റെ സമയത്ത് നെയ്മർ അൽ-ഹിലാലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മുംബൈ സിറ്റിക്ക് ഒരു അവസരം കിട്ടുകയാണ് നെയ്മറിനെതിരെ കളിക്കാനായിട്ട്. ബട്ട് നെയ്മറിന് പരിക്കായിപ്പോയി, അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല അവിടെ. സോ ഇപ്പോൾ മറ്റൊരവസ്ഥ, അതായത് മുംബൈയിൽ വന്ന് കളിക്കേണ്ടതാണ് നെയ്മർ, അതിന് പരിക്കായിപ്പോയി, അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല. അത് നിങ്ങളൊന്ന് ഓർക്കുക. നെയ്മർ മുംബൈയിൽ വന്നിരുന്നെങ്കിൽ ആ ഒരു സെയിം അവസ്ഥ ഇപ്പോൾ ഉണ്ടാകല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് മെസ്സിക്ക് പരിക്കോ മറ്റുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകരുതെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ദൗർഭാഗ്യമാണ്. അർജൻറ്റീന ടീമിനെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ലൗട്ടാറോ മാർട്ടിനസ് തുടങ്ങിയ 9 താരങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും കാണാതിരിക്കുന്ന, 100 കോടിയൊക്കെ മുടക്കി നമ്മളെല്ലാവരും കാണാതിരിക്കുന്നത് മെസ്സിയല്ലേ. മെസ്സി വന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? സോ മെസ്സി വരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. വന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും.